അങ്ങനെ LDF സർക്കാരിന്റെ അപ്പം വിൽപ്പന സ്വപ്ന പദ്ധതിയായിട്ടുള്ള കേരള പദ്ധതി തൂക്കി വെളിക്കളഞ്ഞിരിക്കുകയാണ് UDF ഗവൺമെന്റ്. ഈ കാര്യത്തിൽ ഞാൻ UDF ഗവൺമെന്റിന്റെ കൂടെയാണ്. കാരണം ഇതൊന്നും നടപടിയുള്ള കാര്യമല്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ വിചാരം ഏതാണ് നിസ്സാരം മറ്റേ പുട്ടുണ്ടാക്കുന്ന പോലെയുള്ള എന്തോണ്ട് എളുപ്പ പരിപാടിയാണെന്നാണ്. ഇങ്ങനെ കുറ്റിയിൽ നിറയ്ക്കുന്നതിന് ശേഷം പുറകിൽ നിന്ന് കുത്തു കൊടുക്കുന്നു, പരിപാടി കഴിഞ്ഞു എന്ന പോലെയാണ് ഒരു റെയിൽ പദ്ധതി എന്നാണ് ഇവരുടെ വിചാരം. ആദ്യം സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞക്കുറ്റി അടിക്കുന്നു, അതിനുശേഷം കുറച്ച് ഇരുമ്പ് സംഘടിപ്പിക്കുന്നു, പിന്നെ കുറച്ച് മെറ്റൽ സംഘടിപ്പിക്കുന്നു, അതിനുശേഷം ഈ ഇരുമ്പെല്ലാം കൊണ്ട് ലേറ്റി കൊടുക്കുന്നു, റെയിൽവേ പാളം ആക്കുന്നു, പിന്നെ ഈ മെറ്റലിൻ്റെ മണ്ടയിലോട്ട് വിരിക്കുന്നു. നമ്മൾ ഒരു ട്രെയിൻ മേടിക്കുന്നു, അതിന് മണ്ടക്കട ചുച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു നടക്കുന്നു, പരിപാടി കഴിഞ്ഞു. ഇത്രയ്ക്ക് നിസ്സാര കാര്യമാണെന്നാണ് ഇവരുടെ വിചാരം. അതായത് ഈ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ ട്രെയിനും പിന്നെ റെയിൽവേ പാളമൊക്കെ, അതായത് പിള്ളേരുടെ അതിലോട്ട് എടുത്ത് വെക്കുന്നു, അതിനുശേഷം ഈ സാധനം ഇങ്ങനെ വട്ടം കറങ്ങുന്നു ചിച്ചി എന്ന് പറഞ്ഞ പോലെ എന്തോ നിസ്സാര പരിപാടിയാണ് സ്വന്തമായിട്ടൊരു റെയിൽവേ പദ്ധതി നടപ്പിലാക്കുക എന്നാണ് ഇവരുടെ വിചാരം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ധങ്ങളായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. ഇതാ ഞങ്ങൾ ഒരു സംസ്ഥാനം സ്വന്തമായിട്ടൊരു റെയിൽവേ നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതും ഇതുപോലെ കടം കയറി മുടിഞ്ഞ ഒരു സംസ്ഥാനം. പറ്റുവാണെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആ സ്റ്റേഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കണ്ടാൽ മതി, തല പുകഞ്ഞ് വണ്ടാറടങ്ങിപ്പോകും. അമ്മാതിരി പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഒരു ട്രെയിൻ, ഈ ഇത്രയും ട്രെയിനുകൾ ഓടുന്നുണ്ടല്ലോ, ഈ ട്രെയിനുകളൊക്കെ കൂട്ടിയിടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ നിസ്സാര നെറ്റ്വർക്കൊന്നും പോരാ. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്ക്, അന്നേരത്തേക്ക് മനസ്സിലാവും സ്വന്തമായിട്ടൊരു റെയിൽവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അല്ലയോ എന്ന്. നടക്കും. അതുപോലെ വരുമാനങ്ങളും മറ്റുമൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണെന്നുണ്ടെങ്കിൽ, അത്രയ്ക്ക് ആർജവും അത്രയ്ക്ക് ദീർഘവീക്ഷണമൊക്കെ ഉള്ള സംസ്ഥാനമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നടന്നേക്കും. അല്ലാതെ കണ്ട് ഈ കടം കയറി മുടിഞ്ഞത് റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചിന്തിക്കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ട്രെയിൻ മേടിച്ചിട്ട് ചുച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പുതിയതായിട്ടൊരു റെയിൽവേ എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. അല്ലാതെ ഈ കാര്യത്തിൽ യാതൊരു ചിന്താഗതിയും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ പലതും വിളിച്ചു പറയും, അത് കേട്ട് വിശ്വസിക്കാൻ വേറെ കുറേ ആൾക്കാർ. ഇതെല്ലാം പോട്ടെ, ഞാനൊരു ഉദാഹരണം പറയാം. KSRTC പോലത്തെ ഒരു വലിയ ബസ് സർവീസ് നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു പുതിയൊരു ബസ് സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ പുതിയതായിട്ടൊരു റെയിൽവേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം കാര്യങ്ങൾ നടത്തണം. എൻ്റെ പൊന്നാശാമാരെ ചുമ്മാ ഇങ്ങനെ വിടുവായത്തം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ഇപ്പം UDF ഗവൺമെൻറ്റിന് കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന്. അതുകൊണ്ടാണ് അവരെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഈ കേരളയിൽ റദ്ദാക്കി കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് കുറേ അന്തംഗമികളൊക്കെ മറ്റൊരു ജോലിയായിട്ട് വന്നിരിക്കുക. അതായത് കേരളയിൽ എന്തായാലും LDFൻ്റെ പദ്ധതി ആയിരുന്നല്ലോ, അപ്പോൾ ആ പദ്ധതി റദ്ദാക്കാനായിട്ട് UDFന് സാധിച്ചു. എന്ന് പറഞ്ഞ പോലെ LDF ആണ് ഈ മിൽമ പാലിന് വില കൂട്ടാണ്ട് നിശ്ചയിച്ചത്. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് അങ്ങ് റദ്ദാക്കാൻ മേലെയെന്ന്. അമ്പട വീരന്മാരെ. ഈ മിൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പുറകിൽ ഒരുപാട് ക്ഷീരകർഷകരുണ്ട്. അവരുടെ വരുമാനം നോക്കണം, അവരുടെ സംഘടനകളോട് തീരുമാനം എടുക്കണം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പാലിൻ്റെ വില കൂട്ടണം, അവർക്ക് നഷ്ടം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെയാണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കേരള പദ്ധതി റദ്ദാക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലേ എത്രയൊക്കെ തെളിവുകൾ നിരത്തിയെന്ന് പറഞ്ഞാൽ ഇമാർ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ആ പട ചെയ്യാൻ അറിയാമെന്ന് എന്നാണെന്നറിയോ? ഇതുപോലെ വീഡിയോ ചെയ്യുന്ന എന്നെപ്പോലുള്ള ആൾക്കാർ അടി വന്നിട്ട് പോരാ പറ്റി ചെഞ്ചി നീ പോരാ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ വിളിക്കുക. ഇതല്ലാതെ എല്ലാം അറിയാവും. ആകെപ്പാടെ കുറേ തെറി വിളിക്കാനായിട്ട് അറിയാം. കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം.